ഇടതുപക്ഷത്തെ ബുദ്ധിജീവികൾ പോലും ഇതിനെതിരായിട്ട് സംസാരിക്കേണ്ടി വന്നു. ഇവിടെ ഈ പാട്ടിനെ കഴുത്തു ഞെരിച്ചു കൊല്ലാൻ നോക്കിയ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് IFFKയുടെ സമാപന ചടങ്ങില് സർഗാത്മക സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഉറക്കെ സംസാരിച്ചത്. അത് ഫെസ്റ്റിവലില് ചില ചിത്രങ്ങൾക്ക് കേന്ദ്രം അനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു. അതിന് കാരണമുണ്ട്. അതൊക്കെ കൃത്യസമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചെയ്താൽ അനുമതി കിട്ടും, ചെയ്തില്ലെങ്കിൽ കിട്ടില്ല. അതുകൊണ്ടാണ് സ്ഥലത്തില്ലാതിരുന്ന നമ്മുടെ അക്കാദമി ചെയർമാൻ, അക്കാദമിയാണ് ഇത് നടത്തുന്നത്, സംഘാടകർ അവരാണ്, റസൂൽ പൂക്കുട്ടി, അദ്ദേഹം അവസാന ദിവസം വന്നത്. പക്ഷെ അദ്ദേഹം ഒരു സത്യം പറഞ്ഞു. അതായത് രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ ബാധിക്കുന്ന തരത്തിലുള്ള സിനിമകള് പ്രദർശിപ്പിക്കാൻ പറ്റില്ല. അത് ശരിയായ കാര്യമല്ല. അങ്ങനെയാണ് 6 ചിത്രങ്ങൾ വേണ്ടെന്ന് വെച്ചത്. മറ്റു തടഞ്ഞ കുറെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. കാരണം അതിന് അനുമതി കിട്ടി, അതിന് സമയമെടുത്തു, ഏറ്റവും അവസാനമാണ് കിട്ടിയത്. മറ്റു ചില ചിത്രങ്ങൾ കിട്ടിയില്ല. റസൂൽ പൂക്കുട്ടി കൃത്യമായ ഒരു നിലപാടങ്ങെടുത്തു. അതൊന്നും കാണിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം ഇന്റർനാഷണൽ ലെവലിൽ കളിക്കുന്ന ഒരു ചലച്ചിത്ര പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് പല രാജ്യങ്ങളിൽ പോകണം, സിനിമ എടുക്കണം, അവിടെയൊക്കെ അദ്ദേഹത്തിന് പ്രവർത്തിക്കണം. അപ്പൊ ഇത്തരത്തിൽ നിയമവിരുദ്ധമായിട്ട് ഒരു ചലച്ചിത്രമേളയില് സിനിമകളെ പ്രദർശിപ്പിച്ചാല് അതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും അദ്ദേഹത്തിന് അറിയാം.